US സ്വപ്നം കണ്ടു കഴിയുന്ന നിരവധി പേരുണ്ട്. അവിടെ പഠിക്കാൻ പോകുന്നത് തന്നെ അവിടെ സ്ഥിരതാമസമാക്കാനുള്ള ആഗ്രഹവുമായിട്ടാണ്. എന്നാൽ പലർക്കും അതിന് സാധിക്കാറില്ല. കുടിയേറ്റം കുറക്കുന്നത് കൊണ്ട് തന്നെ വിസ പെട്ടെന്ന് ലഭിക്കുകയുമില്ല. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് പദവി ഏറ്റെടുത്താൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ കുടിയേറ്റത്തെക്കുറിച്ച് അദ്ദേഹം കർശനമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. എന്നിരുന്നാലും കഴിഞ്ഞ വേനൽക്കാലത്ത് ഒരു പോഡ്കാസ്റ്റിൽ US സ്കൂളിൽ നിന്ന് ബിരുദം നേടുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഗ്രീൻ കാർഡുകൾ നൽകണമെന്ന നിർദ്ദേശം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ US സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി ട്രംപ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ കണ്ടേക്കാമെന്നാണ് പാർക്ക്ലാൻഡ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസറായ ഡെയ്ൽ ഗാർഡനർ വിശദീകരിക്കുന്നത്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ US-ൽ ജോലിയും ഇന്റേൺഷിപ്പും കണ്ടെത്തുന്നതിൽ വെല്ലുവിളികൾ നേരിടുന്ന സമയമാണിപ്പോൾ. അവർക്ക് അവരുടെ വർക്ക് വിസകൾ സ്പോൺസർ ചെയ്യാൻ കമ്പനികൾ ആവശ്യമാണ്. എന്നാൽ പല കമ്പനികളും അത് ചെയ്യാൻ തയ്യാറല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇല്ലിനോയ്സ് സർവകലാശാലയിലെ വിദ്യാർത്ഥിയായ മോഹി സ്റ്റുഡൻറ് വിസ ലഭിക്കുന്നത് പോലും ബുദ്ധിമുട്ടാണെന്നാണ് വിശദീകരിക്കുന്നത്. വ്യക്തമായ കാരണങ്ങളില്ലാതെ അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളുടെ സ്റ്റുഡൻറ് വിസ അപേക്ഷകൾ നിരസിച്ചെന്നും ആരോപിക്കുന്നുണ്ട്. ട്രംപിൻ്റെ ഗ്രീൻ കാർഡ് ആശയം ചില അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ അത് സംഭവിക്കുമോ എന്നതിനെക്കുറിച്ച് സംശയങ്ങളുണ്ട്. കുടിയേറ്റ പരിഷ്കാരങ്ങളിൽ US സർക്കാർ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടില്ലെന്നും അതിനാൽ തന്നെ കൂടുതൽ പ്രതീക്ഷിക്കാനൊന്നും പറ്റില്ലെന്നാണ് ഗാർഡനർ പറയുന്നത്. ട്രംപ് പറഞ്ഞ നയം നടപ്പിലാക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് യാഥാർത്ഥ്യമാകുമോ എന്നത് സംശയമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇല്ലിനോയ്സ് സർവകലാശാലയിൽ 11,000-ലധികം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുണ്ട്. അവരിൽ ഭൂരിഭാഗവും ചൈന, ഇന്ത്യ, ദക്ഷിണ കൊറിയ, തായ്വാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. പാർക്ക്ലാൻഡ് കോളേജിൽ 300-ലധികം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുണ്ട്. ഈ നയം നടപ്പിലാക്കുകയാണെങ്കിൽ ആളുകളെ നാടുകടത്തുന്നതിനേക്കാൾ മികച്ച സമീപനമായിരിക്കും ഇതെന്ന് ഗാർഡനർ പറയുന്നു. വിദേശ വിദ്യാർത്ഥികൾക്ക് അനുഗ്രഹമായി തീരുന്ന ഈ ശ്രദ്ധേയമായ പ്രഖ്യാപനത്തിന് ട്രംപിനെ ഉപദേശിച്ചത് ട്രംപിൻ്റെ ക്യാമ്പയിൻ സ്ട്രാറ്റജിസ്റ്റും റിപ്പബ്ലിക്കൻ പാർട്ടി തിരഞ്ഞെടുപ്പ് ഉപദേശകനുമായിരുന്ന സ്റ്റാൻലി ജോർജാണ്. അമേരിക്കയിൽ സ്ഥിരമായി താമസിക്കുന്നതിനുള്ള രേഖയാണ് ഗ്രീൻ കാർഡ്. ഇത് ബിരുദ പഠനം പൂർത്തിയാക്കുന്നവർക്ക് പ്രത്യേകം അപേക്ഷ നൽകാതെ തന്നെ ലഭിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് ട്രംപ് വാഗ്ദാനം ചെയ്യുന്നത്. അമേരിക്കയിൽ നിന്ന് തങ്ങളുടെ നാടുകളിലേക്ക് പോകുന്നവർ സ്വന്തം രാജ്യത്ത് കമ്പനികൾ തുടങ്ങി അതിസമ്പന്നരായി മാറുകയും നിരവധി പേർക്ക് തൊഴിൽ നൽകുകയും ചെയ്യുകയാണെന്ന് പറഞ്ഞ ട്രംപ് അത്തരക്കാരെ അമേരിക്കയിലെ പഠനത്തിന് ശേഷം അമേരിക്കയിൽ തന്നെ തുടരാനും ഇവിടെ സംരംഭങ്ങൾ തുടങ്ങാനും പ്രേരിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും വ്യക്തമാക്കുകയായിരുന്നു. താൻ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന കാലത്ത് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നതാണ് ഇക്കാര്യമെന്ന് പറഞ്ഞ അദ്ദേഹം കോവിഡ് വന്നതിനാലാണ് ഇത് സാധിക്കാതെ പോയതെന്നും വ്യക്തമാക്കി. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് മേഖലകളിൽ നിന്ന് ബിരുദം നേടുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് ഗ്രീൻ കാർഡ് നൽകണമെന്ന തൻ്റെ ആദ്യകാല നിലപാട് ആവർത്തിച്ചാണ് ട്രംപ് സംസാരിച്ചത്. 4 വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളായ ചമത് പലിഹാപീഡിയ, ജേസൺ കലക്കാനീസ്, ഡേവിഡ് സാക്സ്, ഡേവിഡ് ഫ്രീഡ്ബർഗ് എന്നിവർ നടത്തിയ പോഡ്കാസ്റ്റ് ചർച്ചയിലായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണം. ഇവരിൽ 3 പേരും അമേരിക്കയിലേക്ക് കുടിയേറിയവരാണ്. തങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് മിടുക്കരായ ഉദ്യോഗാർത്ഥികളെ വിദേശത്ത് നിന്ന് എത്തിക്കുന്നതിൽ ട്രംപിൻ്റെ നിലപാട് ജേസൺ കലക്കാനീസ് ചോദിച്ചപ്പോഴായിരുന്നു ട്രംപ് തന്റെ നിലപാട് അറിയിച്ചിരുന്നത്. വിദേശ വിദ്യാർത്ഥികൾക്ക് ഗ്രീൻ കാർഡ് ഉടനടി നൽകുമെന്ന് ട്രംപ് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റിൻ്റെ വാക്കുകൾ നേരത്തെ തന്നെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു. ഇത്തരം ഗ്രീൻ കാർഡ് നൽകുന്നതിന് മുമ്പ് കർശന പരിശോധനയുണ്ടാകും. അമേരിക്കയുടെ താൽപ്പര്യത്തിന് യോജിക്കുന്നവർക്ക് മാത്രമേ ഗ്രീൻ കാർഡ് നൽകുകയുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്.